ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോമ്പിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മധുഹൂത്താണ് കേട്ടോ. നമ്മൾ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് പത്തിരിയും അതുപോലെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല സമയം എടുക്കും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കുക്കറിൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. സിമ്പിളാണ്, അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. മന്തിൻ്റെലാരും ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഞങ്ങളിപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യം കുരുമുളക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതാക്കണം രണ്ട് മാഗി ക്യൂബാണ് കേട്ടോ ചേർക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ മസാല ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണം ഒരു സ്പൂൺ കുരുമുളക്, അതുപോലെ രണ്ട് മാഗി ക്യൂബ്, പിന്നെ ഗ്രാമ്പു, പട്ട, ഏലക്കായ് അത് ചേർത്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാക്കണം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സ്പൂണ് മന്തി മസാല ഉണ്ട്. ഒരു സ്പൂൺ രണ്ട് സ്പൂണൊക്കെ മന്തി മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വലിയൊരു സ്പൂണിനാണെങ്കിൽ ഒരു സ്പൂൺ, വലിയൊരു സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതാക്കണം ഈ മന്തി മസാല ഉണ്ട് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ളു മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഈ മൂന്ന് പൊടികളും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മാഗി ക്യൂബിൽ അത്യാവശ്യം നല്ല ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഞാനൊന്ന് മിക്സ് ആക്കി എടുക്കട്ടെ. മാഗി ക്യൂബൊക്കെ ഒന്ന് നന്നായിട്ട് കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ. നമ്മൾ ഇതിലേക്കാണ് കേട്ടോ നമ്മൾ ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഇതാ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല ഇതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാണ്. ഇതിപ്പോ നമ്മുടെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ചിക്കൻ ആണ് കേട്ടോ. ഇനി ചിക്കൻ വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാണ് കേട്ടോ. വലിയ പീസായിട്ടാണ് കേട്ടോ വേണ്ടത്, പക്ഷെ ഞങ്ങളിത് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ വലിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തുട്ടോ. ഇന്നിപ്പോ നമ്മള് മധുഹൂത്ത് ഉണ്ടാക്കാൻ കാരണം അക്കുന് നോമ്പുണ്ട് കേട്ടോ, മൂന്ന് നോമ്പുണ്ട്. അപ്പൊ അവന് ആദ്യമായിട്ട് എടുക്കുന്ന നോമ്പാണ്. അപ്പൊ ഒരു മധുഹൂത്ത് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതാക്കണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ തക്കാളി മിക്സിയിൽ ഒന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ, അതിന്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവശ്യം നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തു കേട്ടോ. ഉപ്പ് അധികം ചേർക്കണ്ട, നമ്മൾ മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ട് ഇനി ഒന്ന് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നമ്മളൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്, മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. നമ്മൾ ഇതിലേക്ക് സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവോള നമുക്ക് ഇതിന്റെ മുന്നേ വാട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ നേരിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്ക് ഇതാക്കണം നമ്മളെ മുക്കാൽ മണിക്കൂറായിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള മന്തിന്റെ റൈസ് ഇവിടെ പൊതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഞാൻ അതും കൂടി നമ്മളെ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാക്കണം അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ രണ്ട് നാരങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതാക്കണം അപ്പുറത്ത് ഗ്യാസുമ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതാക്കണം ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിത് കുക്കറിൽ അടച്ച് വെക്കുകയാണ് കേട്ടോ. ഒരു 2 വിസിലടിച്ചാൽ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മളെ മധുഹൂത്ത് റെഡി ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ മാത്രം ഇട്ടിട്ട് ഒരു വിസിലടിച്ചിട്ട് പിന്നെ ചിക്കൻ വെന്തതിന് ശേഷം നമുക്ക് അരി ഇട്ടിട്ട് അങ്ങനെ ഒരു വിസിലടിച്ചിട്ട് അങ്ങനെ 2 വിസിലടിച്ചുകൊണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ഞാൻ രണ്ടും ഒന്നിച്ചാണ് കേട്ടോ ഇടുന്നത്. ചിക്കനും അതുപോലെ തന്നെ അരി രണ്ടും ഒപ്പം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 വിസിലടിക്കുന്നത്. 2 വിസിലടിച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് പാകത്തെ വേവായിട്ട് കിട്ടും കേട്ടോ. നമ്മളെ ഇറച്ചിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ് നമ്മളെ എല്ലുമെന്നൊക്കെ വേറിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മധുഹൂത്ത്. അപ്പോൾ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാം. അപ്പൊ അതാ അമ്മ അവിടെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ പൈനാപ്പിൾ ആണ് ജ്യൂസ് അടിക്കുന്നത്. അപ്പൊ അതും ഉമ്മ അവിടെ റെഡി ആക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാക്കുന്ന പാത്രങ്ങളൊക്കെ ആകെ പെരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ പാത്രമൊക്കെ ഒന്ന് കേക്ക് വെക്കട്ടെ. പാത്രം കേക്കിയിട്ടൊന്ന് അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് വാരിടാനുണ്ട്. എന്നിട്ട് നമുക്ക് അപ്പോഴേക്കും ഒരു 6 മണി 6:30 ഒക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും ടേബിളിൽ കൊണ്ടുവരട്ടെ. അപ്പൊ ആദ്യം പാത്രമൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. അപ്പൊ അതാ പാത്രമൊക്കെ കേക്ക് കഴിഞ്ഞ് ഞാൻ വീതനൊക്കെ ഒന്ന് തോത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മൊത്തമായിട്ടൊന്ന് ഇവിടെ ഒന്ന് അടിച്ച് വാരിയിടും. ഹാളിലും റൂമിലൊക്കെ ഒന്ന് അടിച്ച് വാരിയിടും കേട്ടോ. കുട്ടികൾ നമ്മളിവിടെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുപോയി അവർ കഴിക്കും. അതേമാതിരി ഓരോന്ന് കൊണ്ടുപോയി കണ്ട് ഹാളിലൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഈറടിച്ചു. അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ച് വാരി ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് അങ്ങനെ മൊത്തമായിട്ടൊന്ന് അകൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടു. അപ്പോഴേക്കും ഇതാക്കണ ഉമ്മ ഫ്രൂട്ട്സുകളും പിന്നെ അതുപോലെ തന്നെ വെള്ളമൊക്കെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇതാക്കണം നമ്മള് പഴംപൊരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കോഴിക്കറി ഉണ്ട് കേട്ടോ.
അപ്പം അത് ഉണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ചുകൊണ്ട് ഒഴിച്ചതാണ്. അപ്പം അങ്ങനെ ഈ പത്തിരി കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പത്തിരിയും കോഴിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാക്കുന്ന പാൽവായൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അക്കുവിന് നോമ്പുള്ളതും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പം ഒന്ന് കുട്ടിക്ക് നോമ്പില്ലല്ലേ വിചാരിച്ചിട്ട് എന്തൊക്കെ വേണം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റത്തെ നോമ്പാണ്. അപ്പോൾ നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാലും വൈകുന്നേരം ആയപ്പോൾ എപ്പോഴാണ് സമയമാവുക എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാക്കണ നമ്മളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ നോമ്പ് തുറക്കാൻ പോവുകയാണ്. ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ 6:30 6:35 സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. മാഷാ അല്ലാ. അങ്ങനെ അക്കുനിപ്പോൾ ഒരു നോമ്പായിട്ടോ. അങ്ങനെ ദാ നോമ്പൊക്കെ തുറന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പിന്നെ ഭക്ഷണം കഴിക്കുന്നത്, ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇതാക്കണ മധുഹൂത്ത് കഴിക്കാറുണ്ട് അക്കുനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവന് ഫസ്റ്റ് വിളമ്പി കൊടുക്കട്ടെ. അപ്പോൾ ഉപ്പും ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ ഒരു ഏകദേശം ഇതിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതാക്കണ ഫസ്റ്റ് തന്നെ ഒന്ന് വിളമ്പി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിക്കനൊക്കെ നല്ലോണം ഉടഞ്ഞിട്ട് നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കണ ചിക്കൻ നമുക്ക് ഇങ്ങനെ ഇതാക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. വെന്തുടഞ്ഞിട്ട് എല്ലൊക്കെ സെപ്പറേറ്റ് വേറെ ആയി നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.